മാനിക്കാനാവുക? ഇന്ന് എന്തെല്ലാം വിധത്തിലുള്ള വിചിത്രവാദങ്ങളാണ് മുഴക്കുന്നത്. ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പറുകൾ വളരെ സവിസ്തരം നോക്കി, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നിരുന്ന ചാനലുകളെല്ലാം ഇപ്പോ കേരളത്തിലെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ അറിവുകൾ തേടിപ്പോയതായിരിക്കും. അവർ വീണ്ടും വരും. ഇന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ വാർത്തകളിൽ എവിടെയെങ്കിലും ഒക്ടോബർ 22-ന് കേരളം കഠിനമായ ദുരിതത്തിൽ പെട്ടിരിക്കുന്ന കാലത്ത് ചൂരൽമലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണത്തിനു വേണ്ടി കേരളം നെട്ടോട്ടമോടുന്ന കാലത്ത് സെക്ഷൻ 13 പ്രകാരം കേരളത്തിന്റെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അവകാശം വിനിയോഗിക്കാതെ, കേരളത്തിന്റെ ദുരന്തത്തെ ഏത് നിലവാരത്തിലാണ് എന്ന് പെടുത്താതെ, അഡീഷണൽ അസിസ്റ്റൻസ് എന്ന കേരളത്തിന്റെ ആവശ്യത്തെ ഗൗനിക്കാതെ, കേരളത്തിന്റെ തലയ്ക്കു മീതെ 2016 മുതലുള്ള വിമാനക്കൂലിയുടെ ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പരിഹസിച്ച കോടതിയുടെ ഇടപെടലിനെ കുറിച്ച് വാർത്താഗോളത്തിന്റെ ചരമഗോളത്തിൽ ഒരു വരിയുണ്ടോ എന്ന് നമ്മൾ നോക്കുകയുണ്ടായി. ഇല്ല. 2 ആഴ്ച മുമ്പ് സുമോമോട്ടോ കോടതി എടുത്ത ഇതേ കേസിൽ കേരളത്തിനോട് കോടതി കണക്ക് ചോദിച്ചു. കേരളത്തിലെ STRFന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നില്ലേ? STRFന്റെ കണക്കുകൾക്ക് കൃത്യമായ കണക്കില്ലേ? പാസ്ബുക്കിൽ ലിസ്റ്റില്ലേ എന്ന് കോടതി ചോദിച്ചതിനെ കുറിച്ച് സചിത്രമായ 1-ാമത്തെ പേജിൽ വാർത്തകൾ നിരത്തിയ മാധ്യമങ്ങളൊന്നും പിന്നത്തെ ആഴ്ച കേരളം കൃത്യമായി കണക്ക് കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച രസകരമായ ഒരു നിരീക്ഷണം ഒരു വരി പോലും കൊടുത്തില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ അറ്റോർണറി ജനറൽ എഴുന്നേറ്റ് നിന്നപ്പോ കോടതി പറഞ്ഞു, 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചാൽ 100 രൂപയ്ക്ക് ചില്ലറയുണ്ട്, പക്ഷെ നിങ്ങൾക്കു തരില്ല എന്ന സമീപനമല്ലേ കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് എന്ന് എഴുന്നേറ്റ് നിന്ന് അഭിഭാഷകനോട് തുറന്ന കോടതിയിൽ പച്ചയായി കോടതി ചോദിക്കുകയാണ്. ഒരു വരി എവിടെയും വായിക്കാനായില്ല. ഇത്രമാത്രം കേരളത്തെ ദ്രോഹിക്കുന്ന ഒരു ജനദ്രോഹപരമായ സമീപനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകേണ്ടത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അവതരിപ്പിക്കുന്ന കണക്ക് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ പ്രവർത്തകർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? STRFൽ ബാക്കിയുള്ള കാശിലെ 50% NDRFന്റേതാണെന്ന് കരുതി നിങ്ങൾ തന്നെ ചെലവഴിച്ചോളാൻ. എന്തൊരു വിചിത്രമായിട്ടുള്ള കണക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെ വന്നപ്പോ 150% അധിക കണക്ക് തന്നില്ലേ, അധിക രൂപ തന്നില്ലേ നിങ്ങൾക്ക്? ഓഫീസ് ഓർഡർ വന്നു ഒരാഴ്ച മുമ്പ്. നേരിട്ട് കേരളത്തിന് കൈമാറുന്ന സംഖ്യ അന്യൽ, രേഖയിൽ കൈമാറിയ സംഖ്യ 153,467,00,000. എത്ര അപമാനകരമായ! മരണത്തിന് ശേഷവും ചൂരൽമലയിലെ മനുഷ്യരെ വീണ്ടും വീണ്ടും ആക്രമിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേരളം ആവശ്യപ്പെടുന്നൊന്നും കേരളത്തിന് തരില്ല എന്ന സമീപനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജീവനക്കാർ മുതൽ